ഗായ്സ് നമുക്കൊരു ടാങ്ക് ക്ലീൻ ആക്കാണ്ട് ഗായ്സ്. കാണുന്നുണ്ടാ? ചെളി മണ്ണും കാണുന്നുണ്ടാ? പോയി നോക്കാം അല്ലേ, എൻ്റെ അടുത്ത് പോയി നോക്കാം എങ്ങനെയുണ്ട്. ഗായ്സ് ഞങ്ങളുടെ ആ ടാങ്കിൻ്റെ മുകളിലേക്ക് എത്തി. നേരത്തെ കാണിച്ചിട്ട് ഗ്ലാസ് ഞങ്ങളുടെ പറഞ്ഞിട്ടാ ഇതൊരു ബോണസായിട്ട് കഴിച്ചു കൊടുക്കാം ഫ്രീ. ഇതാണ് ആ ടാങ്ക്. ബോസിന് അയച്ചു കൊടുക്കാൻ ഒരു ഫോട്ടോ എടുക്കാം. ഒരു നാട്ടിലില്ല, അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാനൊരു ഫോട്ടോ. എൻ്റെ അമ്മ, ഈ ഓടിന് കാല് വെക്കും ഇങ്ങനെ വെക്കണം കേട്ടാ. ഈ സൈഡ് ഈ ഗീട കാല് വെച്ചങ്ങ് പൊട്ടിപ്പോവും. ടാങ്ക് കണ്ട എല്ലാവരും ഒരു ഫോട്ടോ എടുത്തോളണം. ഞാനൊരു പ്രാവശ്യം കഴുകിയത് 2 വർഷമായി. 2 വർഷം മുമ്പൊക്കെ കഴുകിനി ടാങ്ക്. ഈ ഷീറ്റിൻ്റെ മുകളിൽ കയറാം, അപ്പോൾ നിൽക്കാൻ സ്ഥലമായി. അയ്യോ ഇതിലെ പൊട്ടീനല്ലോ. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് കണ്ട ഇത്ര വലിയ വെയിറ്റെല്ലാം വെച്ചെങ്കിലേ ടാങ്ക് താങ്ങുന്നില്ല. സംഭവം പറഞ്ഞെങ്കിലേ വെയിറ്റല്ലേ, വെയിലിൻ്റെ ചൂടല്ലേ കണ്ടത്. അങ്ങനെ ബെൻഡായിട്ട് കുഴിഞ്ഞിട്ട് പോയി നോക്കുതാ. ഈ മൂട് പൊട്ടി. ടാങ്കിൻ്റെ ഉള്ളിൽ കണ്ട കാണുന്നുണ്ടാ? കാണണ്ട എന്താ? എന്നാൽ വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിന് ശേഷം ഒന്നും കാണിച്ചാൽ ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സ്. ആദ്യം ടാങ്കിൻ്റെ മൂടെടുത്ത് പുറത്ത് വെക്കാം. അതിനുശേഷം ടാങ്കിൻ്റെ വെള്ളം കാലിയാക്കാം. 1 ഡ്രം വെള്ളം എടുത്ത് വെക്കാം. അത് നമുക്ക് പ്രഷർ വാഷർ യൂസാക്കാം. 1 ഡ്രം വെള്ളം എടുത്ത് വെക്കാം. എന്നിട്ട് പ്രഷർ വാഷർ ഉപയോഗിച്ച് വാഷാക്കാം, സ്ക്രബാക്കാം, ക്ലീനാക്കാം, പോവാം, നല്ല വെള്ളം കുടിക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് എന്തിനും ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ എടുക്കുന്ന പറഞ്ഞെങ്കിലേ ടാങ്ക് എങ്ങനെ വാഷാക്കുന്നതെന്ന് ചോദിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ, ചെറിയ വീഡിയോ. ആദ്യം ടാങ്കിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം കാലിയാക്കും, ഡീവാട്ടറിങ് ആക്കും. അപ്പോൾ ഇത്ര വെള്ളം ബാക്കിയാവും. അതാ ഈ ഇത്ര വെള്ളം ബാക്കിയാവും. ആ വെള്ളം വെച്ചിട്ട് ഞങ്ങൾ ടാങ്കിൻ്റെ ഉള്ളിൽ വാഷാക്കും, സ്ക്രബ് ഇട്ടിട്ട് വാഷാക്കും. അതിനുശേഷം പ്രഷർ വാഷർ കാണിച്ചു കൊടുത്ത പ്രഷർ വാഷർ വെള്ളം ഡ്രൈ ആക്കിയിട്ട് എടുക്കും. അപ്പോൾ ടാങ്കിനകത്ത് വെള്ളം ഇല്ലാതെയാണ് ഞങ്ങൾ വാഷിങ്. കണ്ടതാ ഔട്ട് ഈ പൈപ്പ് കണ്ടതാ, ഈ പൈപ്പ് കാലി കണ്ടതാ. ഈ ഇതിനേക്കാളും ഡൗണിലുണ്ടാവും വെള്ളം. അപ്പോൾ കച്ചറ വെള്ളമൊന്നും എൻ്റെ ഉള്ളിലേക്ക് പോകാനില്ല. അതാണ് ഞങ്ങൾ സ്മാർട്ടിൻ്റെ പുതിയ ടെക്നിക്കൽ ക്ലീനിങ് സർവീസ്. പിടിച്ചതാ അങ്ങനെ ഒരിക്കൽ ഫുള്ള് വെള്ളം പിടിക്കുക, അതിന് സ്ക്രബ് ഇട്ട് പിന്നെ വെള്ളം പിടിക്കും. എല്ലാം മതിയാലോ, അല്ലെങ്കിൽ ഫുള്ള് വെള്ളം മതിയാലോ. ഗൈസ് ഫോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടാ ഗൈസ്. ടാങ്ക് കഴിച്ചാ എൻ്റെ അമ്മ. ടാങ്കിൻ്റെ വാഷിൻ്റെ പണി കഴിഞ്ഞു. ടാങ്കിൻ്റെ മൂടെല്ലാം വേണ്ട പൊട്ടിയിട്ട് പോയി. എന്താ ക്ലീനായി കണ്ട. അതൊരു ബോണസ് പണി. ഈ മൂടല്ലറാ നോക്കാം. അത് സ്ക്രബിയുടെ ബേഗാന്നല്ലേ. മിഷനെ കുറേ നേരം പിടിക്കേണ്ടി വരും. മിഷനാ ഒരിക്കൽ സ്ക്രബ് ഇടുക, വെള്ളം പിടിക്കുമ്പോൾ പണി കഴിയും. ആയില്ലേ, പോവാം നമുക്ക്. ഗൈസ് പണി കഴിഞ്ഞു. ദാടത്ത് പിടിച്ച ടാങ്ക് ഇത് തന്നെ. ഈ ടാങ്ക് തന്നെ ദാടന്നിട്ട് പിടിച്ച ആടന്നിട്ട് ഒന്നും കൂടി പിടിക്കാം. ഗൈസ് നിങ്ങളുടെ വീട്ടിലേക്ക് പർഗുകളെല്ലാം സെറ്റാക്കുന്നെങ്കിൽ, ഗ്ലാസ് ഫിറ്റാക്കുന്നെങ്കിൽ ഇതുപോലെ ചെയ്യണവ. എന്തെന്നറിഞ്ഞെങ്കിൽ ഈ പാറ്റ അല്ലാതെ ഗ്ലാസ് കാണുമ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ലേ, അതിൽ കൂടി പറന്ന് പോകാൻ നോക്കൂ. അപ്പോഴൊക്കെ പറന്ന് പോകാൻ കഴിയാണെങ്കിൽ അവിടെ ബാക്കിയാണ്. എത്ര ഉണ്ടെങ്കിൽ ചത്തിട്ടുണ്ടാവല്ലോ ഇങ്ങനെ ഗ്ലാസ് ഇടുമ്പോൾ. ഇങ്ങനെ ഗ്ലാസ്സിൽ അതിനറിയാലോ ഗ്ലാസ് എന്ന്. അതിങ്ങനെ മുകളിലേക്ക് പറക്കാൻ വേണ്ടി വരും. വെളി അനുസരിച്ച് വരും പാറ്റ അങ്ങനത്തെല്ല. എന്നിട്ട് ഇടാണ്ട് നിൽക്കും. ഇതിനേക്കാളും മീത്ത പോകില്ല, താഴേക്ക് പോകില്ല, അവിടെ തന്നെ നിന്നിട്ട് ചാവും അത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ്സിൽ എത്ര ഇടാൻ നോക്ക്. ഇത് ഇങ്ങനെ ഇപ്പോൾ അടി കവറാക്കിയിട്ടുണ്ട് കണ്ടതാ. ഇങ്ങനെ കവറാക്കി അതിൻ്റെ ഉള്ളിൽ വരാനില്ല. നല്ല കാര്യം ഇവർ ചെയ്ത് കണ്ടത്. ഒരു പാറ്റ ഒരു കൂറായില്ല അതിൻ്റെ ഉള്ളിൽ കണ്ട. ഇപ്പോൾ ഒരു അറിവിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആവാ. ഇങ്ങനെ വീട്ടിലെ കുറേ ചിലവിടുന്നല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല കാര്യം ചെയ്തില്ല. ആ പാപ്പത്തിൻ്റെ പാറ്റനെ കൂറനെ പ്രത്യേകം കൊല്ലുന്നതിന് അല്ലേ. ഓക്കെ ബൈ.